പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം മാങ്ങാക്കാലമാണല്ലോ. കുറച്ച് മാങ്ങയൊക്കെ പറിച്ച് നമുക്ക് ഒന്ന് ഉണങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം മാങ്ങയൊക്കെ പറിക്കുകയാണ്. നമ്മുടെ വീടല്ല, ഇതിപ്പം എൻ്റെ അപ്പം നോക്കുന്ന ഒരു വീടാണ്. അതായത് നമ്മുടെ ഏറ്റവും അടുത്ത ജോസഫ് കുട്ടി സാറിൻ്റെയും എമിലി ആൻറ്റിയുടെയൊക്കെ വീടാണ്. അവിടെ അവർ നാട്ടിലില്ല. അപ്പം അപ്പനാണ് ഈ പറമ്പ് വീട് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് മാങ്ങയെല്ലാം പറിച്ച് നമുക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണേ ഉണങ്ങാമെന്ന് വിചാരിച്ചു. കുറേ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കുറച്ചേ പറിച്ചുള്ളൂ. കുറച്ച് ഇട്ടിരുന്നു. അച്ചാച്ചി ആവുന്നത് പറിക്കാൻ നോക്കുകയാണ്. മാക്സിമം പൊട്ടാതെ പറിക്കാൻ നോക്കി കേട്ടോ, പക്ഷേ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു നെറ്റിൻ്റെ നമ്മുടെ തോട്ടി ഉണ്ടായിരുന്നു, പക്ഷെ അത് റെഡി അല്ലായിരുന്നു. അങ്ങനെ ചാച്ചിയെല്ലാം പറിക്കുകയാണ്. ഇതിന് ഈ മാങ്ങ ഏതാണെന്നറിയാമോ? ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊച്ചു കിളിച്ചുണ്ടൻ എന്നാന്ന് തോന്നുന്നു പറഞ്ഞു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം കുറേ മാങ്ങ പറിച്ചു. അതെല്ലാം ഞങ്ങൾ എന്താ പറയുക, ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് ചാക്കുണ്ട്. ചാക്കിനകത്ത് ഞാനെല്ലാം പെറുക്കിക്കുട്ടി, ഞാനാണെങ്കിൽ സഹായി എല്ലാം പെറുക്കിക്കുട്ടാണ്. എന്താ പിന്നെ പറയാനുള്ളത്, ഈ മാങ്ങ മൊത്തം ചെനച്ചതും പഴുക്കാറായതൊക്കെ ആയിരുന്നു കേട്ടോ. അല്ലാതെ തന്നെ പച്ചയ്ക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ചേച്ചി മാങ്ങ പറിക്കുന്നു, ഞാനതെല്ലാം പെറുക്കി കൂട്ടുമായിരുന്നു. ഇടത്തരം വലിപ്പമുള്ള മാങ്ങയാണിത്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ ആ മാങ്ങയെല്ലാം കൊണ്ടുവന്ന് അമ്മ മാങ്ങയെല്ലാം തരം തിരിച്ച് മാറ്റി. അതായത് ഇത്തിരി ഒന്ന് പഴുപ്പിക്കാൻ വെക്കാമെന്ന് നോക്കി. പിന്നെ ബാക്കി മൊത്തം നമ്മൾ അരിഞ്ഞ് ഉണക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല വെയിലാണല്ലോ, അമ്മ അതെല്ലാം തരം തിരിച്ച് മാറ്റുവാണേ. അതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് കഴുകാനിട്ടിട്ട്, മണ്ണൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മണ്ണിലോട്ടാണല്ലോ ഇങ്ങനെ തോട്ടി വെച്ച് താവട്ടിട്ടത്, അതെല്ലാം മാറ്റിയിട്ട് കഴുകിയെടുക്കുകയാണ്. ക്ഷാമമായിരിക്കും, ക്ഷാമം വരുമ്പോൾ എടുക്കും. ഇത് കണ്ടോ, എന്ന് ചെനച്ചാന്ന് നോക്കിയാൽ, എന്നെ കളറാന്ന് നോക്കിയാൽ മാങ്ങിക്ക്. ഇതിനകത്തുനിന്നേ അഞ്ചാറ് ഇതങ്ങ് മാറ്റി. പിന്നെ അത് മാങ്ങയായിട്ട് കൊണ്ടുപോകും, മാങ്ങയായിട്ട് കൊണ്ടുപോകും. അതല്ലേ കടുത അല്ല, ചാക്ക്. വേണേ ആരോ
അമ്മ കണ്ടോ, ഒരേ വലിപ്പത്തിലും ഒരേ സൈസിലും അത് അരിയാണ്. ഞാനതിൽ കൈ കടത്താൻ പോയില്ല, അല്ലെങ്കിൽ സൈസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അരിഞ്ഞുണങ്ങിയ മാങ്ങയിൽ ഉപ്പിടുകയാണേ. ഉപ്പിട്ട് വെക്കുക, നന്നായിട്ട് ഉപ്പിടണേ. എല്ലാം അരിഞ്ഞും ഉപ്പ് പുരട്ടിക്ക് വന്നപ്പോൾ രാത്രിയായേ. ഇനിയിപ്പം പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ്. പിറ്റേ ദിവസം രാവിലെ വെയിലൊക്കെ വരാറായപ്പം നമ്മൾ പടുതയൊക്കെ നിവർത്തിയിട്ടിട്ട് ഇതിൽ നിരത്തിയിടാനായിട്ട്. നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഉണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ, ഈ എന്നാ കളറാന്ന് നോക്കിയേ മാങ്ങയ്ക്ക്. നമ്മുടെ ഒറ്റ ദിവസം കൊണ്ട് തേണ്ട ഇങ്ങനെ ആയി കേട്ടോ. നമ്മുടെ മാങ്ങ എല്ലാം തന്നെ ഉണങ്ങാൻ ഇട്ടിക്കുന്നുണ്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടുതൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പം പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.